നമുക്കിവിടെ കണ്ടന്റ് ക്ഷാമൂല, നമ്മ എന്തും പറയും. അപ്പൊ തുടങ്ങാം അല്ലേ? പിന്നെ സ്റ്റുഡിയോ ഫാട്ടം വഴി ട്രിപ്പ് പോകുമ്പോ വണ്ടിയിൽ 60 പേരുണ്ടെങ്കിൽ അതിന്റെ അകത്ത് 40 പേര് ഇന്ത്യക്കാരാ. അതെ ഞങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുള്ള ആൾക്കാരാണ്. വളരെ സ്റ്റുഡിയോ ഫാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതില്ലേ, അതായത് ഇവിടുത്തെ ഓരോ മറ്റേ ഓർഗനൈസ് ചെയ്യുന്ന, അതായത് ഒരു കമ്പനിയാണ് അവര് ഇങ്ങനെ ട്രിപ്പ് ഓർഗനൈസ് ഒരു വണ്ടി സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് പോയത് 60 യൂറോയ്ക്കാണ് പോയിട്ട് വന്നത്. വന്നു 60 യൂറോയ്ക്ക് ഞങ്ങൾ 2 ദിവസം, ഒരു ദിവസം നൈറ്റ് പോയി, പിറ്റേ ദിവസം രാവിലെ വന്നു. സൂറിക്കും ലുസേണും ഇല്ല, അത് വണ്ടിക്ക് അല്ലല്ലോ, അക്കോമഡേഷൻ ഇൻക്ലൂഡ് ആയിട്ടുള്ളതും ഉണ്ട്. അതായത് പല ഇത് ലൈക്ക് ഇവരുടെ ഒരു ഇതുണ്ട്, ലാപ്ലാൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, ഫിൻലാൻഡ് ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെ 5 ദിവസത്തെ പരിപാടിയാണ്. 5 ദിവസം അത് മറ്റേ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ അവർ ക്രൂസും അതും ഓഫർ ചെയ്യുന്നുണ്ട്. അത് മറ്റേ ഇതിന്റെ അകത്ത് ലൈക്ക് നമുക്ക് ആഡ് ഓൺസ് ആയിട്ട് എടുക്കാൻ ടൂർ ഗൈഡ് ഉണ്ടാവും. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവര് നമ്മളെ ഓരോരോ സ്പോട്ടിൽ, അതായത് അവിടുത്തെ ഫേമസ് സ്പോട്ടിൽ കൊണ്ടേ എത്തിക്കും. അത്ര മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരാൻ പറയും. നമുക്കൊരു മാപ്പും കാര്യങ്ങളൊക്കെ തരും. നമുക്ക് വേണമെങ്കിൽ അതെല്ലാം ഫോളോ ചെയ്ത് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇന്ന സമയത്ത് ഒരു സമയം പറയും, തിരിച്ച് ആ സമയത്ത് തിരിച്ച് മീറ്റ് ചെയ്യണം. ഞങ്ങളന്ന് പോയി കഴിഞ്ഞപ്പം ആദ്യം പോയത് ഞങ്ങൾ വാട്ടർഫാള് മറ്റേ മറ്റേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയത് സ്വിറ്റ്സർലൻഡിൽ. അവിടെ ചെന്ന് ഇറങ്ങി ലുസേണിലല്ലേ, അത് ലുസേണാണ്, റൈൻ. എന്നിട്ട് ലുസേണ് സൂറിക്ക് നമ്മൾ പോയി, ലുസേണും പോയി. സൂറിക്ക് നമ്മൾ എന്നിട്ട് മറ്റേ ടോപ്പിൽ പോയത്, ഹിൽ ടോപ്പിൽ പോയത്, ഏറ്റവും മറ്റേ ഹൈ പോയിന്റിൽ പോയത്, ട്രെയിൻ കയറി. അത് തന്നെ ഇതുപോലെ തന്നെ റൈനിൽ അവിടെ ചെന്ന് 4 മണിക്കൂർ കഴിയുമ്പോൾ വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിലൂടെ കറങ്ങി കണ്ട് മൊത്തം തിരിച്ചു പോകുന്നു. അതുപോലെ അത് നല്ലൊരു പരിപാടി. 60 യൂറോ ആയുള്ളൂ ശരിക്കും കോളേജിൽ നിന്ന്. അതായത് നമ്മളൊരു അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത. അത് അവസാനത്തെ, അതായത് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ നിന്ന്. നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങൾ പുറകിലിരിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പുറകിലിരിക്കുകയെന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ബസ്സിന്റെ ഏറ്റവും ബാക്ക് സീറ്റിൽ ഒരു 2 കപ്പിള് അങ്ങനെ അവര് കുറച്ച് പേര് സെറ്റായിട്ട് ആദ്യമേ വന്നിരിക്കുമായിരുന്നു. അപ്പത്തേനും നമ്മൾ എന്ത് ചെയ്തു, ബാക്ക് സീറ്റിന് തൊട്ട് ഫ്രണ്ടിലുള്ള നമ്മൾ 8 പേരുണ്ടായിരുന്നു. അപ്പൊ 2 നേരം ഫുള്ള് നമ്മൾ അങ്ങ് ഓക്യുപ്പൈ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വർത്താനവും പരിപാടികളും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇവര് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേണ്ടി ഇങ്ങോട്ടിരുന്നു, ഞങ്ങൾ അവിടെ ഇരുന്നു. അല്ല, നമ്മുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. അല്ല, പക്ഷെ അവര് ഇന്ത്യൻസ് ആയിരുന്നു. അവര് ഒരു പരിധി വരെ അവർ എൻജോയ് ചെയ്ത് കാണും. ഇനി എന്താ പരിപാടി?